നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ ചൗച്ചൗ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ചൗച്ചൗ. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ലുലുവിൽ എപ്പോഴും വെജിറ്റബിൾ സെക്ഷനിൽ VIP ആയിട്ടാണ് ഇതിനെ കാണാറുള്ളത്. ഭയങ്കര റേറ്റാണ് എപ്പോഴും. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് നല്ല വിലയും ഉള്ളത്. ഇതിനൊരു കറ ഉണ്ടാവും കേട്ടോ, ഒരു ചെറിയ കറ പോലെ ഉണ്ടാവും ഇത് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ തോലൊക്കെ ചെത്തിക്കഴിഞ്ഞ് അതങ്ങ് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറയൊക്കെ അങ്ങ് പോകും. അപ്പം ഞാൻ തോലൊക്കെ ചെത്തി കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ കുരു ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാം. ഇത് ഇതേപോലെ ഒരു കായ അങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിറയെ വള്ളിയായിട്ട് പടർന്ന് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ട് നമ്മൾ സാധാ കർമൂസ ഒക്കെ ഉപ്പേരി വയ്ക്കില്ലേ, അതേപോലെ പപ്പായ അതൊക്കെ ഉപ്പേരി വയ്ക്കാൻ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പം ഞാനത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക. അതിലേക്ക് ഒരു വലിയ ഉള്ളി കൂടെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടും ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾ വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചൗച്ചൗ കൂടെ ഇട്ട് ഇല്ലാത്ത വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അധികം വേവില്ലാത്ത ഒരു വെജിറ്റബിളാണ്. നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി തോന്നുകയാണെങ്കിൽ അതിന് ബാക്കി വെള്ളം തുടങ്ങി വെക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായി അമർത്തി വെച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. നന്നായി ഒന്ന് കൂട്ടി വയ്ക്കില്ല, അങ്ങനെ കൂട്ടി വെച്ചിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പേരി റെഡിയാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമാണ്, പക്ഷെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ്. ഇനി ചൗച്ചൗ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചൗച്ചൗ നമുക്ക് വളർത്താനും ഈസിയാണ്. നല്ല മൂത്ത കായ ഉണ്ടെങ്കിൽ നമുക്കത് നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് ഇത് വള്ളിയായിട്ട് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് നമ്മൾ നടുന്നത്. ഈ പച്ചക്കറി തന്നെയാണ് നമ്മൾ നടുന്നത്.